ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് എന്തെന്ന് അറിഞ്ഞാൽ ദയ്യ നോക്കിക്കോ. ഇതെന്താ അറിയോ? മുട്ടിയും കൊടലും ഇല്ലേ, കോയിൻ്റെ മുട്ടിയും കൊടലും, അത് ഞാൻ കറി വെച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഇങ്ങനെ കറി വെക്കലുണ്ടാ? എല്ലാം കമൻ്റ് ആക്കാവാ. എന്താ ഇത്? മുട്ട, കോയിൻ്റെ മുട്ട ഉണ്ടല്ലോ, കോയിൻ്റെ ചെറിയ മുട്ട, വലുതല്ല. പിന്നെ അതിൻ്റെ കൊടലും മുട്ടയും കോയിൻ്റെ. പിന്നെ ഇത് എവിടെ കിട്ടുന്നില്ലെങ്കിലേ താലങ്ങാടിയിൽ ഒരു പുരയെന്ന് ഞങ്ങൾ മേങ്ങിയത്. ഇപ്പോൾ കാസർഗോട്ടുകാർക്ക് അറിയുന്നില്ലെങ്കിലേ അവിടെ പോയിട്ട് നിങ്ങൾ മേങ്ങിക്കോ. താലങ്ങാടിയിൽ ഒരു പുരയിലുണ്ട്, അവിടെ ചോദിച്ചാൽ മതി എവിടെ കിട്ടുന്നതെന്ന്. പിന്നെ എവിടെയെല്ലാം കിട്ടുന്നതെന്ന് അറിയാലോ എനിക്ക്. ഇത് നല്ല പാങ്ങല കൈയിട്ടെടുക്കണം. ഇത് കൊടല്, മുട്ടിയും മുട്ടൻ്റെ കൊടലും. നിങ്ങളെല്ലാം ഇങ്ങനെ കറി വെക്കലുണ്ടാ? ഇതെല്ലാം കൊടുന്നിട്ട് മുമ്പ് കണ്ടിന, ഫസ്റ്റ് കാണുന്ന എല്ലാം കമൻ്റ് ആക്കാവാ. അപ്പോൾ ഇതുണ്ടല്ലോ, ഈനെ നമ്മ ഈ മുറിച്ചിട്ടില്ലേ, അതിൻ്റെ ഉള്ളെല്ലാം കൈയിട്ടെടുക്കണോ. ഇപ്പോൾ ഇത് കవ్വാൻ കുറേ പണിയുണ്ട്. ഉപ്പിട്ടിട്ട് ഇതാക്കിയിട്ടെല്ലാം ഞാൻ കൈയിട്ടെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൈയിട്ട് ഇത് ബാറ വെച്ച് ഒക്കെ നമുക്ക് കൊടലും ഇതും ഒക്കെ കవ్വുമ്പോൾ ഇല്ല, ഇത് പൊട്ടിയിട്ട് പോകുമല്ലോ. ഇത് ഞാൻ ബാറ വെച്ചിനത് കవ్വാൻ വേണ്ടിയിട്ട്. പിന്നെ കൊടൽ വേറെ കവുന്നത്, ഇത് വേറെ കവുന്നത്. അപ്പോൾ ഇത് കൈറ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ മുട്ടിയുണ്ട്, വലിയ മുട്ടിയുണ്ട്. പിന്നെ ഈ മുട്ട നല്ല സ്വാദുണ്ട്. എല്ലാവരും പറഞ്ഞ് ഇത് രണ്ടും നല്ല ഉണ്ട് കറി നല്ല പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ, പിന്നെ മേങ്ങാലിയിട്ട് മേങ്ങിയ മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കറി. ഇപ്പോൾ മുറിച്ചിട്ട് ഞാൻ കൈയിട്ടെല്ലാം എടുത്തിട്ട് വന്നിനത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം ഇല്ലേ മുറിച്ചിട്ടില്ലേ ക്ലീൻ ആക്കിയത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണോ. മുറിച്ചിട്ട് ഉള്ളെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങനെ കൈയിട്ട് എടുത്തിന്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ പോലാന്ന് കാണാൻ മുന്നേ എന്തോ പോലാന്നുണ്ടായി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നല്ലേ എല്ലാവരും. അങ്ങനെ ഞാൻ കറി വെച്ചിട്ട് നോക്കിയിട്ടാകുമ്പില്ലേ, മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ കുടലത്ര പോരാ. ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിലേ എന്തിൻ്റെ ഇതെല്ലാം പറയണവാ. ഞാൻ ആരോടും ഒന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഓറ് പറഞ്ഞ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഇങ്ങനത്തെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കണവാ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, ഒരു ഉരുളി എടുത്തിന്. ഇത് പുതിയൊരു ഉരുളി ഞങ്ങൾ മേങ്ങിയത്. നല്ല ഉണ്ടാ അല്ല കമൻ്റ് ആക്കവാ. പുതിയ ഉരുളിയിൽ തന്നെ ഞാൻ വെക്കുന്നത് ഈ മുട്ടൻ്റെ കറി. അതിന് ഞാൻ എന്താക്കി, പിന്നെ കുറച്ച് ഒരു 2 നീരുള്ളി എടുത്തിന്. 2 നീരുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുത്തത്, കുത്തിയിട്ടിട്ട് കൊടുത്തിനത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയിട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി എടുത്തിന്. ഈ മുട്ടക്ക് കുറേ തക്കാളിയും ഇതൊന്നും ആവശ്യമില്ല നമുക്ക്, മുട്ടയും അതിൻ്റെ കുടലും അല്ലേ. അപ്പോൾ ഞാൻ 2 ഉള്ളിയും ഒരു തക്കാളിയും എടുത്തിന്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും കുത്തിയിട്ടിട്ട് കൊടുത്തിനത്. പിന്നെ അതെല്ലാം കുറച്ച് വാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ നല്ല പോലെ കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കണം. മുളിനെ ഇതെല്ലാം ഇതിൽ കുറച്ച് ചൂടാക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം. ഇതിലേക്ക് തന്നെ ഇപ്പോൾ ഉപ്പിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഉപ്പിട്ടിട്ട് കൊടുത്തിന്. നമുക്ക് എത്ര വേണ്ടിയ അത്ര ഇട്ടിട്ട്, തേനില്ലെങ്കിൽ പിന്നെ അതിൽ ഇട്ടിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ എന്നിട്ട് ഈ കുടലിനെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഫസ്റ്റ് മുട്ട ഇട്ടിട്ട് കൊടുക്കണ്ട, മുട്ട ഇത് കലങ്ങിയിട്ട് പോയി പോകും. ഫസ്റ്റ് ഇതിനെ മുകളിലെല്ലാം നല്ല പെരങ്ങിയിട്ട് വരോളം ഇതിനെ ഇളക്കിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം വീട്ടിയിട്ട് കൊടുക്കണമോ. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണോ. ഈ വെള്ളമെല്ലാം ഒഴിച്ചിട്ടായിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇനി മുട്ട ഇട്ടിട്ട് കൊടുക്കണോ. തിളക്കാനൊന്നും കാക്കണ്ടേ, എനിക്ക് മുട്ട ഇട്ടിട്ട് കൊടുക്കാൻ.
തളിച്ചിട്ടായിട്ട് ഇട്ടിട്ട് കൊടുക്കുക, തിളക്കാതെ ഇട്ടിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഇപ്പോൾ തിളക്കാതെ ഇതിൻ്റെ ഒക്കെ തന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ടായിട്ടില്ലേ മുട്ട ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ മുളെല്ലാം ഇല്ല മുട്ടയിൽ മുങ്ങും പോലെ നമ്മൾ മുളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം ഈ മുട്ടക്ക്. എന്നിട്ട് നമ്മൾ ഇല്ലേ കയ്യിലിട്ടിട്ടില്ല നല്ലോണം ഇളക്കാൻ കഴിയല്ല, മുട്ട പൊട്ടിയിട്ട് പോകും. കുറച്ച് ബന്ധിട്ടാകുമ്പോൾ നമുക്ക് കയ്യിലിട്ടിട്ട് ഇളക്കിയെങ്കിൽ എന്താവേല. ഇപ്പോൾ എന്നിട്ട് വേകാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് കുറച്ച് നേരം വെക്കണം. ഞാനിത് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം. പിന്നെ മുട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി. മാത്രമല്ല അതിൻ്റെ കുടലുണ്ടല്ലോ, ആ കുടലില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കറിയെല്ലാം നല്ല ഉണ്ടായി, മുട്ടയും ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി കറിയെല്ലാം. എല്ലാം പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടലില്ല. ഇത് കറിയും മുട്ട ഇതെല്ലാം പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. പിന്നെ കുടലില്ല, ആട്ടിൻ്റെ കുടലുണ്ടല്ലേ, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല ഉണ്ട് ആട്ടിൻ്റെ കുടൽ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറിയൊക്കെല്ലാം ഉണ്ട്. ഇനി കറി വെക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാം. പിന്നെ അതിനെ കയറ്റില്ലേ ക്ലീൻ ആക്കാൻ പണി. ഈ കുടലിനില്ല, ആട്ടിൻ്റെ കുടലിന് നല്ല നൂറ് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടില്ല നല്ല പാങ്ങല കയറ്റെടുക്കണം. നൂറെല്ലാം ഉണ്ടല്ലേ, ചുണ്ണാമ്പ് അതെല്ലാം ഇട്ടിട്ടില്ലേ നല്ല പാങ്ങല കയറ്റെടുക്കണം അതിനെല്ലാം. അത് നല്ല ക്ലീൻ ആക്കാൻ പണിയുണ്ട്. അവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നു. അന്ന് ഓറ് ക്ലീൻ ആക്കിയത് നമുക്ക് അത്ര പാങ്ങാന്നില്ല. ഞമ്മ അതിനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. നല്ല പാങ്ങല നൂറും ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടില്ല നല്ല പാങ്ങല കയറ്റി എടുക്കണോ. അത് ആ കറി, അതിൻ്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ആട്ടിൻ്റെ കുടലെല്ലാം വെച്ചിനാ കുറേ ആൾക്ക് ഇഷ്ടമുണ്ടാവും. ആട്ടിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്കെന്തോ അതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ എല്ലാ കറിയെല്ലാം. അപ്പോൾ ഇത് എൻ്റെ മുണ്ട് നേരെ എടുക്കില്ലേ, ഈ കറിയെല്ലാം റെഡി ആയിന്. ഇപ്പോൾ ഇതാ മുട്ടെല്ലാം നല്ല നല്ല ഉണ്ടായി. അപ്പോൾ മുട്ടെല്ലാം ഈ കുടൽ മാത്രം അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, കറിയും മുട്ടയും ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും ഇല്ല പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടത്. നിങ്ങൾക്ക് ഇതെല്ലാം വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിലേ കമൻറ്റിലൂടെ പറയണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഈ മുട്ട എല്ലാം നോക്ക് നല്ല ഉണ്ടാവും മുട്ട എല്ലാം. ബായ്, അസ്സലാമു അലൈക്കും.